ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം 1.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. ഇതിലിപ്പോൾ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി കൂടി ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കൈവച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പാർട്ടാക്കിയിട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് പരത്തി 1 ഇഞ്ച് വീതിയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതാ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് ഷേപ്പിൽ മുറിച്ചെടുക്കാനായിട്ടാണ് ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്നത്. കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഗ്ലാസ് വെച്ചിട്ട് ഞാനിവിടുത്തെ എല്ലാ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. 1 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ മലബാർ സ്റ്റൈലിൽ പൊരിച്ച പത്തിരിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം
നമുക്ക് ഓരോ പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരികളും ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. പത്തിരി ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.